ഹായ് ഫ്രണ്ട്സ് ടൂറിട്ടുപ്പാ ഹീറോയ്ക്ക് അവരുടെ ബേബീസുകളെ കൊഞ്ചിനാണ് ഷോക്കായിരുന്നു. ഇത് ഹീറോ മമ്മി എന്ന് പറഞ്ഞു വന്നു. മമ്മി എന്താ ഇവിടെ നടക്കുന്നത് ഹീറോ കേട്ടായിരുന്നു. എന്നെ 7 മെമ്പേഴ്സ് ഹീറോയിനെ തിരിഞ്ഞു നോക്കിയിട്ട് ഹീറോയിനെ നോക്കുമായിരുന്നു. അപ്പോൾ 6 നമ്പറായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നോന്ന് ഇരുന്നോ ഹീറോ ഇരുന്നിട്ട് പറയാൻ തുടങ്ങി. നിങ്ങളെന്തിനാ ഇവിടേക്ക് വന്നു എന്നെ ഹീറോയി ചൊടിയിൽ കേൾക്കുമായിരുന്നു. 7 പേർ മുറിച്ച് നോക്കുമായിരുന്നു ഹീറോയി. അതൊന്നുമില്ല ബേബി എന്ന് ജിമ്മിന് പറയായിരുന്നു. ഹീറോയ്ക്ക് കാണിച്ചേന ബേബിയാ ഹീറോ ഫ്ലാഷ് ബാക്ക് വെക്കായിരുന്നു. ജിമ്മിനോട് പറയായിരുന്നു ഐ ലവ് യു, എനിക്കിങ്ങനെ പിടിക്കൂ എന്നെ ഹീറോയെ പ്രൊപ്പോസ് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു. അതുമാത്രമല്ല ഒരു പെണ്ണ് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. ജിമ്മിന് വഴക്ക് പറയായിരുന്നു. ഞാനൊക്കെ സെറ്റാലെന്ന് ഹീറോയിനോട് കുറേ ട്രൈ ചെയ്തു. ജിമ്മിനിക്ക് മനസ്സിലായിരുന്നു ഹീറോയെ ലവ് ചെയ്യാൻ. എന്നെ പുറകെ കേൾക്കാം ജിമ്മിൻ കണ്ടു കഥ പോയിരുന്നു. ഇപ്പോഴതാണ് നിങ്ങൾ ലവ് പറയാൻ ഹീറോയെ മുറക്കായിരുന്നു ജിമ്മിനെ. അതൊന്നുമില്ല പറയായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡി പറയുന്നത് ഇവൾക്ക് മാരേജ് ആയിരുന്നു ഞങ്ങൾ ചുമ്മാ വെറുതെ പറഞ്ഞതാണ്. അതുമാത്രം ബേബീസ് നോക്കുക 7 പേർ പറയാൻ തുടങ്ങി. അങ്കിൾ ഞങ്ങൾ മാരേജ് വയ്ക്കാം എന്ന് പറയായിരുന്നു. ഇത് കേട്ടെ ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് ഷോക്കായിരുന്നു. ഇല്ല അങ്കിൾ ഞാൻ മാരേജ് വയ്ക്കാം എന്നത് പറയായിരുന്നു. നമ്മൾ ഉണ്ടായാൽ മതി എന്ന് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞ് അങ്ങനെ 7 പേർക്ക് ഹീറോയ്ക്ക് മാരേജ് നടന്നു. അതുകൊണ്ട് അപ്പം സമാധാനമായെന്ന് ഹീറോ മനസ്സിലിരിക്കുകയായിരുന്നു. അതിനോട് ഹീറോയ്ക്ക് മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ഹീറോയിൻ്റെ ഡാഡി ഒരുപാട് തയങ്ങിയായിരുന്നു. എന്താപ്പാ എന്ന് പറയായിരുന്നു. ഇല്ലപ്പാ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നെ ഡാഡി ഹീറോയിൻ്റെ ഡാഡി പറയായിരുന്നു. എന്താപ്പാ എന്ന് പറയുന്നത്. 7 പേർക്ക് കയറുന്നു. ഇല്ല അവർ വരാനായി എന്ന് പറയുന്നു. എന്താപ്പാ എന്ന് പറയുന്നത്. ഇല്ലപ്പാ അവർ വരാൻ പോകുന്നു നടന്ന കാര്യം പറയായിരുന്നു. ശരി അങ്കിൾ അവർ വരാതെ മതി ഞാൻ ചെയ്യാം എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് ഈ താലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഒരു 7 പേർ പ്ലാൻ ചെയ്ത് മതി ഓക്കെ അങ്കിൾ എന്ന് പറഞ്ഞ് ഒരു അതെ ലണ്ടനിൽ വരുന്നത് അത് കുറച്ച് വരാൻ പറ്റില്ല മതി ചെയ്തായിരുന്നു. അവനക്ക് ജോലിയായിരുന്നു. പക്ഷേ അതേ കൊടുത്ത് അവിടുത്തെ സിയെ പറയുന്നു സോറിപ്പാ അതെനിക്ക് ലീവ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ചെക്കന് ടെൻഷനായിരുന്നു. എനിക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് എസ്തർ പ്രൊമോസ് എനിക്ക് എസ്തർ ജോലി ചെയ്യണം, അതുകൊണ്ട് എനിക്ക് അല്ല ഇതിൽ ഫയൽ തെറ്റിയിട്ടുണ്ട് എന്ന് ബോസ് പറയായിരുന്നു. ഇല്ല എനിക്ക് ജോലി പോകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ചെക്കന് പേടി വന്നായിരുന്നു. ശരി സാർ ചെയ്യാം എന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. സോറി അമ്മ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. എൻ്റെ അമ്മ എന്താടാ വരാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. ഇല്ലപ്പാ എനിക്ക് വരാൻ പറ്റില്ല, അവരുള്ളത് വേറെ അതെ ഗ്രാമത്തിൽ ഗ്രാമത്തിലാണ് ഉള്ളത്. അന്ന് സിറ്റിക്ക് വരാൻ നോക്കിയായിരുന്നു. സിറ്റിയിൽ ഒരു വീട് വൈകിയായിരുന്നു. അതുകൊണ്ട് ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ഹീറോ ചിരി സ്മെൽ ചെയ്തിട്ട് കുറച്ച് നേരമായി ഹീറോയിൻ്റെ താലി ചേഞ്ച് ആക്കി. താലി എന്ന് പറഞ്ഞാൽ മഞ്ഞ താലിയാണ്, അത് ചേഞ്ച് ചെയ്തായിരുന്നു. അതെ മഞ്ഞത്താലി പറഞ്ഞാൽ അതുണ്ടായിരുന്നു. തമിഴ് ഹീറോയുടെ മമ്മി തമിഴിലാണ്, ഡാഡി കേരള. അതേക്കൂടെ അത് താലി ചേഞ്ച് ചെയ്തു. തമിഴ് സിസ് മാരേജ് ആയിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ താലി ചേഞ്ച് ചെയ്തായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. മാരേജ് കഴിഞ്ഞായിരുന്നു. കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. അതുകൊണ്ട് ഹീറോ ബേബീസും കൂടെ ജോലി ആയിരുന്നായിരുന്നു. വീട്ടിലിരുന്നിട്ട് ബേബീസ് ഓടി കളിക്കായിരുന്നു. അതുകൊണ്ട് അവൻ വന്നിട്ട് ഡാഡ് എന്ന് പറഞ്ഞിട്ട് അവൻ ടെൻഷനിൽ പറയായിരുന്നു. എന്താടാ പറ്റി. ഡാഡി ഞാൻ ജോലിന് വന്നു, എനിക്ക് 1 മന്ത് ലീവിന് എസ്തർ ലീവ് വാങ്ങിയിട്ട് വന്നു എന്നെ ചേർമാരോട് പറഞ്ഞു. എടാ സിറ്റിക്ക് പോവാ എന്ന് പറയായിരുന്നു. സിറ്റി പോവാ ഡാഡി എന്ന് പറയായിരുന്നു. ഇപ്പം അമ്മ ഡാഡി പറയായിരുന്നു. അപ്പോൾ ഒരാൾ വന്നായിരുന്നു, ഒരു മെമ്പർ മതി. എന്താപ്പാ എല്ലാവർക്കും കല്യാണം കഴിപ്പിക്കുന്നത്. അതെ മാരേജ് കഴിപ്പിക്കാൻ പോവാ, ഇവനിക്ക് പെണ്ണ് നോക്കണം. ഇല്ലപ്പാ പെണ്ണ് നോക്കായിരുന്നു. ആരെ ഇന്ന് നടന്നവർ പറഞ്ഞു. അവർ ഒരു സംബന്ധമാണോ. ഇല്ലപ്പാ അവൾക്ക് മാരേജ് ആയല്ലോ എന്ന് അങ്കിൾ പറയായിരുന്നു. ഷോക്കായി. എന്താ മാരേജ് ആയോ. അതേപ്പാ അവൾക്ക് മാരേജുമായി ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിരുന്നു എന്ന് അവർ പറയായിരുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് ചുമ്മാ നോക്കി വരാതെ ഞാൻ പോയായിരുന്നു. ഞാൻ വീട്ടിൽ പോയി നോക്കുമ്പോഴാണ് അവൾക്ക് മാരേജായി എന്ന് പറയുന്നത് കേട്ടായിരുന്നു എന്ന് ഷോക്കായിരുന്നു. അത് ഹീറോ മമ്മി ഡാഡി കുറച്ച് നാൾ വേറെ പ്ലേസിലേക്ക് പോയായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് ആയെന്ന് പറയായിരുന്നു. ഹീറോ പെണ്ണിട്ടാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്ലേസൊക്കെ പോയായിരുന്നു. ഹീറോയിനെ നടന്നു കയറി വരുന്ന ഷോക്കായിരുന്നു. അതേപ്പാ മാരേജായി, ഹീറോയ്ക്ക് മാരേജായി കുറേ ആയി പറയായിരുന്നു. ഹീറോയിട്ട് എല്ലാവരും ഷോക്കായിരുന്നു. ഹീറോ ഒരു റൂമർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോ അവർ ലവ് ചെയ്യുമ്പോൾ റൂമർ കൊടുത്തായിരുന്നു. അതെ അവൾ കുറച്ച് ഗേൾസെല്ലാം പറയുക കേട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് മാരേജ് ആയിട്ട്. ഇതായിട്ട് ശരി ഓക്കെ ഇപ്പോൾ വേറെ വയ്യില്ല പോയിട്ട് നോക്കാം. അങ്ങനെ വെച്ചൊക്കെ ടെൻഷനായി. ചുമ്മാ ഒന്ന് പറയുന്ന ഞാൻ മാരേജ് കഴിക്കുമെന്ന് തോന്നുന്നത്. ശരി ഞാൻ കൂടെ വരാം അതെന്ന് പറഞ്ഞാൽ ടെൻഷനിൽ വെളിയിൽ വന്നായിരുന്നു. അതെ ആ ഭാഗത്ത് ഹീറോയുള്ള പ്ലേസിലേക്ക് വന്നു. അങ്ങനെയായിട്ട് ഹീറോ ഇങ്ങനെ വീട്ടിലൊക്കെ വന്നു. ഹീറോയിൻ്റെ വീട് അവനക്ക് ഓൾറെഡി അറിയും. ഒരു വാച്ച്മാനോട് പറയായിരുന്നു വഴക്കുണ്ടാക്കി. വാച്ച്മാൻ ശരി ഓക്കെ എന്ന് ഹീറോയിൻ മമ്മി നോക്കിയിട്ട് ശരി അവനകത്ത് വിടുന്നായിരുന്നു.
അങ്ങനെ അകത്ത് വന്നായിരുന്നു. അകത്ത് വന്ന് വലിയ വീട് നിന്ന് കാണാൻ ഷോക്കായിരുന്നു. അതെ, ഹീറോയിൻ്റെ വീട് നിങ്ങൾ ഷോക്കായിരുന്നു. ഓൾറെഡി ഹീറോയിൻ്റെ മമ്മിയോട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഹീറോയിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ച് വന്നതായിരുന്നു. ശരി, ഓക്കെ. അതായത് ഗേട്ട് വലിയ ഗേട്ടാണ്. അതിന് അകത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ബേബീസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത് കണ്ടായിരുന്നു. ഇത് ആരാ ബേബീസ് എന്ന് പറയുന്നു. ബേബീസ് സ്റ്റോപ്പായി. നിങ്ങൾ ആരാ എന്ന് പറയുന്നു. എന്നിട്ട് ഒരു നാളെ ഇറങ്ങി വന്ന് ബേബീസ് നിർത്താൻ തുടങ്ങിയായിരുന്നു. ഇത് കണ്ട് അവന് കൺഫ്യൂസ് ആയിരുന്നു. നിങ്ങൾ ആരാന്ന് കേൾക്കായിരുന്നു. അങ്ങനെ ആരാന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരാ എന്ന് ആറും ജിൻ കേൾക്കായിരുന്നു. ആറും ജിൻ, ഞാൻ ഇവിടുത്തെ ഒരാളെ മാരേജേക്ക് വന്നു. ആരാ മാരേജേക്ക് വന്നത്? ഇവിടുത്തെ ഹീറോയുടെ മമ്മി കണ്ട് ആൻറ്റി നടന്ന കാര്യം പറയായിരുന്നു. നിങ്ങൾ മോളെ ഞാൻ മാരേജ് കഴിക്കാൻ പറഞ്ഞത് എന്താപ്പാ നീ പറയുന്നത്? എവൾക്ക് മാരേജ് ആയിപ്പാ, എവിടെ ബേബീസിൽ കാണുന്നില്ലേ? ഇതാ അവളെ ബേബീസാ എന്ന് പറയുന്നു. ഇതാ ഫാമിലി ഫോട്ടോസ്, ഫുൾ ഹസ്ബൻഡ് ആണെന്ന് പറയുന്നു. അവന് കൺഫ്യൂസായി. ഇല്ലപ്പാ, അവളെ ജാതകത്തിലേ ഉണ്ട്, അത് നിനക്ക് മാരേജ് സെറ്റാലപ്പാ. ഇവിടെ 7 പേര് അവളെ ലവ് ചെയ്ത് മാരേജ് കഴിച്ചതാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കിയായിരുന്നു. അവൾക്ക് ഷാക്കറമ്മ ബേബീസാണ് എന്നെ പറയായിരുന്നു. അവനൊക്കെ കൺഫ്യൂസായിരുന്നു. അങ്ങനെയായിട്ട് വീട്ടിലിരുന്ന് സംസാരിക്കായിരുന്നു. അങ്ങനെ 7 പേര് വേറെ ജയിച്ചത്. ഇത് 7 പേർ ഇറങ്ങി വന്നു. അതിലൊരാൾ ഫോൺ ശരി ഓക്കെ എന്ന്, അതിലൊരാൾ അവൻ നോക്കിയായിരുന്നു, അതിലൊരാൾ പോയതിനകത്ത്. അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ശരിയെന്ന് അവരെ വീട്ടിലൊക്കെ പോയിരുന്നു. അവൻ്റെ വീട്ടിൽ പോയവർ കുറച്ച് ഡൗട്ട് പറഞ്ഞു. 7 പേര് എങ്ങനെ വേറെ ചെയ്തു കുറച്ച് ഡൗട്ടുള്ള അവനെ ആൾക്കാർ വെച്ച് ഹീറോയിൻ്റെ റൂമൊക്കെ വന്നിരുന്നു. ഇതേ ഹീറോയിൻ റൂമല്ല, മാടി നോക്കിയിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ എണീച്ചിട്ട് നോക്കായിരുന്നു വിളിക്കിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അതെ ജങ്കുക്കായിരുന്നു. ജങ്കുക്ക് കിസ് ചെയ്യാൻ തുടങ്ങി. ജങ്കുക്ക് മനസ്സിലായി ഹീറോയിന് ജങ്കുക്ക് കൂടെയാണ് താമസിക്കുന്നത്. എനിക്ക് നോക്കുക ജങ്കുക്ക് കൂടെയാണ്. ജങ്കുക്ക് പറഞ്ഞു ആക്ടിങ് ചെയ്യണം. അങ്ങനെ ഹീറോയിൻ ജങ്കുക്ക് ഒരു കിസ്. അത് വീഡിയോ നോക്കി ഷാക്കായിരുന്നു അവനക്ക്. ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൻ റീട്രൈ ചെയ്തായിരുന്നു ഹീറോയിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഹീറോയിനെ കിട്ടാൻ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ജങ്കുക്ക് ഒന്ന് അടി കൊടുത്ത് അവൾ പേടിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെ ജങ്കുക്ക് അവർ വേൾഡിൽ വിളിച്ചുകൊണ്ട് പോയി. ഹീറോയിൻ ഭയങ്കര ഹാപ്പിയായി. അവിടെ അവരുടെ സൈസ് മാരേജായി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ബേബീസ് കൂടെ ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറി.